ഈ വർഷം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടുള്ള അടുത്ത ഒരു റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ. ഉപ്പിലിട്ടത് കണ്ട വായിന്ന് വെള്ളം വരാത്ത ആരാ ഉണ്ടാകാല്ലേ. ഇതിപ്പോൾ തുറന്ന് അങ്ങോട്ട് എടുക്കുമ്പം തന്നെ ആ ഒരു മണം, അയ്യോ ഇതങ്ങനെ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം നമുക്ക് എന്തായാലും ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വേണമെന്നില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ കുടിക്കാനെടുത്തതാണ്. അത് വേണമെന്നില്ല, നമുക്ക് മാങ്ങ മാത്രമേ വേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങ എടുക്കുക. ഇത്തരം വെറൈറ്റി ഇതിനു മുമ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് നോക്കാം കേട്ടോ. മെയിനായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ഇത്ര വലുത് വേണമെന്നില്ല, നമുക്ക് എത്രയാണോ ചമ്മന്തി അരക്കാൻ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ മാങ്ങ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന അത്ര മുറിച്ചെടുക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ നമുക്ക് എത്രയാണോ ചമ്മന്തി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. ഞാൻ ഇവിടെ ഏകദേശം ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ചിരകിയിട്ടുള്ളത്. അപ്പോൾ തേങ്ങ വേണം. അതുപോലെ അടുത്തത് എരിവിന് ആവശ്യത്തിന് നമ്മുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് ചുട്ടെടുക്കുക എന്ന് പറയില്ലേ, വറ്റൽ മുളക് ചുട്ടെടുത്തതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം വറ്റൽ മുളകിനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് കളറ് കൂടെ വരുന്നത് ഈ ഒരു മുളക് പൊടി വരുമ്പോഴല്ലേ, അപ്പം അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുളക് പൊടി എടുത്തതാണ്. അപ്പം മുളക് പൊടി നമുക്കൊരു ചൂടാക്കിയിട്ടൊക്കെ എടുക്കണം, അത് പറയാം. അതുപോലെ വറ്റൽ മുളകാണെങ്കിൽ ഞാൻ പറഞ്ഞു ചുട്ടെടുത്താൽ മതി. പിന്നെ അതുപോലെ അടുത്തത് ഉള്ളി. ഇപ്പോൾ ഒരു ചെറിയ ഉള്ളി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഉള്ളിയും കൂടി എടുക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ആക്കുന്നതുകൊണ്ട് പുളി പ്രത്യേകിച്ചിന് വേറെ തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെ മാങ്ങക്ക് പുളി കുറച്ച് കുറവാണെങ്കിൽ പിന്നീട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ പുളി, വാളംപുളി ഉണ്ടാവുമല്ലോ, പുളി നമുക്ക് പൊതിർക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുടെ ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറും കിട്ടും. നമ്മൾ നേരത്തെ വറ്റൽ മുളക് വാട്ടിയെടുക്കണം എന്ന് പറയുന്ന പോലെ. ഇനി നമുക്ക് പുളിക്ക് ആവശ്യത്തിന് നമ്മുടെ മാങ്ങ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടുന്നത് ചേർക്കാം. ഞാനിപ്പോൾ അത്രയേ തേങ്ങ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമുക്ക് ഈ ഒരു പകുതി ഭാഗം മതിയാവും കേട്ടോ. നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഉപ്പിലിട്ട മാങ്ങേൻ്റെ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. മാങ്ങയുടെ കറി ആയാലും അതുപോലെ ഇതുപോലെ ചമ്മന്തി ആയാലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് മാത്രം മതി അല്ലേ. കഞ്ഞി കുടിക്കാനും ചോറ് തിന്നാനായാലൊക്കെ ഇത് മാത്രം മതി നമുക്ക്. നമുക്ക് വേണ്ടുന്ന അളവിൽ മുറിച്ചെടുക്കാം. ഇതിങ്ങനെ മുറിക്കുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. അടിപൊളി കഷ്ണം തിന്നാം. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഈ വർഷത്തെ നമ്മൾ ഓപ്പൺ ആക്കിയേ ഇല്ല. കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും മതി. നമ്മളിപ്പോൾ എടുത്ത തേങ്ങയുടെ അളവിന് പുളിക്ക് ഇത്രയും മതി. ഇനിയിപ്പോൾ എക്സ്ട്രാ വേണമെങ്കിൽ പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്യാം ലാസ്റ്റോട്ട്. ഇനി മിക്സി ജാർ എടുക്കുക, അതിലേക്ക് നമ്മളെ തേങ്ങ ആദ്യം അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് തേങ്ങ ചിരകിയത്. ഇനി അടുത്തത് നമ്മൾ ഓൾറെഡി മുറിച്ച് വെച്ചിട്ട് നമ്മുടെ ഉള്ളി ആഡ് ചെയ്യാം. ഇനി എരിവിന് ആവശ്യത്തിന് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എരിവിന് ഇഷ്ടത്തിന് ചേർക്കാം. അടുത്തത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ. തൽക്കാലം നമുക്ക് ഇത്ര ചേർക്കാം. ഇനി അരച്ചിട്ട് നമുക്ക് പുളി കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലരക്കാതെ സെപ്പറേറ്റ് മാങ്ങ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും നമുക്ക് ഇനി ഒന്ന് നന്നായിട്ടല്ല ജസ്റ്റ് ഒന്ന് ചമ്മന്തിയുടെ ഒരു പരിവെന്ന് വെച്ചാൽ എന്താ അധികം അരിയാൻ പാടില്ല അല്ലേ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ ടൈം തന്നെ വേണമെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഞാൻ അതിന് ശേഷം ആഡ് ചെയ്യുന്ന വെച്ചിട്ട്, കാരണം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടില്ലേ അരക്കുന്നത്. അപ്പം ഉപ്പ് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് എക്സ്ട്രാ മാങ്ങയും അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി അരച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പിലിട്ട മാങ്ങയും ആ ജാറിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജാറിൽ സെപ്പറേറ്റ് മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇത്. അതുപോലെ തേങ്ങ, ഉള്ളി, മുളക് പൊടിയൊക്കെ അരച്ചതാണ് ഇത്. അപ്പോൾ കാരണം രണ്ടും ഒന്നിച്ചിട്ടാൽ ബാലൻസ് ആവില്ലല്ലോ. കാരണം നന്നായിട്ട് അരയണമെങ്കിൽ നമുക്ക് തേങ്ങയും അതിൻ്റെ ഒന്നിച്ച് അരഞ്ഞ് പേസ്റ്റ് പോലെയാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആണ് അരച്ചെടുത്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചത് ചേർത്തു. ഇനി നമ്മുടെ മാങ്ങ. അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. നല്ല സ്മെല്ലുണ്ടേ. നല്ല ചൂട് കഞ്ഞി അതുപോലെ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് കുഴച്ച് കഴിക്കാൻ ഓഫ് വേറെ എന്താ വേണ്ടല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറച്ച് വേണം കേട്ടോ. എരിവൊക്കെ കറക്റ്റ് ഉണ്ട്, എരിവൊന്നും വേണ്ട. ഉപ്പ് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉപ്പിലിട്ട മാങ്ങയുടെ ചമ്മന്തി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നല്ല ഉപ്പിലിട്ട മാങ്ങയുടെ ചമ്മന്തി. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ബേസ് ചെയ്യുന്നത് നമ്മുടെ ഉപ്പിലിട്ട മാങ്ങയുടെ, ഇപ്പോൾ പലതരത്തിലുള്ള മാങ്ങ നമ്മൾ ഉപ്പിലിടുമല്ലോ. അപ്പോൾ മാങ്ങയുടെ ഫ്ലേവർ എന്താണോ അതാണ് മെയിനായിട്ട് എടുത്ത് നിൽക്കുക കേട്ടോ. നല്ല പുളിയുള്ളതാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഉപ്പിലിട്ട ചമ്മന്തി, ഇതിൻ്റെ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റിനെ ആയിരിക്കുമേ. അപ്പോൾ നമ്മളിവിടെ പുളിയം മാങ്ങയുടെ ആ ഒരു ഉപ്പിലിട്ട മാങ്ങയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പുളിയും ചവർപ്പും ഒക്കെ കൂടിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.